ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു സർക്കുലർ പലാസോ എങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ സർക്കുലർ സ്കേർട്ടിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ പേപ്പറിൽ മടക്കി കറക്റ്റായിട്ട് എങ്ങനെയാണ് മടക്കേണ്ടതെന്ന് കാണിച്ചിട്ടുണ്ട്. അതേ മെത്തേഡ് തന്നെയാണ് ഇതിലും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് ഡയറക്റ്റ് പേപ്പറിലേക്ക് മടക്കുന്നില്ല, ഡയറക്റ്റ് തുണിയിലേക്കാണ് മടക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് മടക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ 1.5 മീറ്റർ തുണിയാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതൊരു അംബ്രല്ല സ്കർട്ട് തയ്ച്ചതിൻ്റെ ബാക്കി പീസാണ്. ഒരു 42 ഇഞ്ച് വിഡ്ത്തുണ്ടെന്ന് തോന്നുന്നു ആ തുണിക്ക്. ഏകദേശം നമുക്ക് സാധാരണ നോർമൽ തുണി മേടിക്കുമ്പോൾ ഒരു 42 ഇഞ്ച് വിഡ്ത്താണ് ഉള്ളത്. പിന്നെ 60 ഇഞ്ച് വിഡ്ത്തിൻ്റെ തുണിയുണ്ട്. ഇതിപ്പോൾ വന്നിട്ട് 42 ഇഞ്ച് വിഡ്ത്തിൻ്റെ തുണിയാണ്. അപ്പോൾ ആ തുണി ഞാനിന്ന് 2ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏത് കോണിലേക്ക് വേണമെങ്കിലും മടക്കാം. കോണോട് കോൺ മടക്കുക. ഏകദേശം ഈ രീതിയിൽ മടക്കി വയ്ക്കുക. അപ്പോൾ നിങ്ങൾ താഴേക്കുള്ളത് നോക്കണ്ട, മുകൾ ഭാഗത്തേക്കുള്ളത് നോക്കിയാൽ മതി. നമ്മുടെ സ്കേർട്ടിൻ്റെ ലെങ്ത്ത് വരുന്നത് 27 ഇഞ്ചാണ്. അപ്പം മുകളിൽ നമ്മളൊരു 2 ഇഞ്ച് പടിക്ക് പോകുന്നുണ്ട്. താഴേക്ക് നമുക്ക് വേണ്ടത് 25 ഇഞ്ച് ലെങ്ത്താണ്. അപ്പോൾ നമ്മൾ താഴത്തെ 2 പീസ് നമുക്ക് നീളത്തിൽ കിട്ടിയിട്ടുണ്ട്. മുകളിലത്തെ പീസിന് നീളം കുറവാണ്. അത് നമ്മൾ നോക്കണ്ട. അത് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മുകളിലേക്ക് പിടിപ്പിക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ അളവുകളൊക്കെ ഒന്ന് നോക്കാം. ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് 27 ഇഞ്ചാണ്. 2 ഇഞ്ച് പടിക്ക് പോയിട്ട് ബാക്കി 25 ഇഞ്ച് നീളമുള്ള ഒരു സർക്കുലർ പാൻറ്റാണ് നമുക്ക് താഴേക്ക് കട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ മുകളിലത്തെ കറക്റ്റ് അരവണ്ണം എന്ന് പറയുന്നത് 20 ഇഞ്ചാണ്. പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പ്, അപ്പോൾ 22 വരും. അതിൻ്റെ 4 ഭാഗം എന്ന് പറയുമ്പോൾ 5.5 വരും. ഞാനിപ്പോൾ ഇവിടെ ഒരു 6 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. 5.5 അല്ല, 6 ഇഞ്ചൊന്ന്, അര ഇഞ്ചോടെ കൂട്ടി ഒരു 6 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതവിടെ നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. അതിന് ശേഷം അതിൻ്റെ ഫുൾ ലെങ്ത്ത് നമുക്കൊന്ന് നോക്കാം. ഫുൾ താഴേക്ക് നമുക്ക് വേണ്ടത് 25 ഇഞ്ചാണ്. ആ 25 ഇഞ്ച് നമുക്കവിടെ കിട്ടുന്നുണ്ടോയെന്ന് നോക്കാം. കിട്ടിയില്ലെങ്കിൽ നമുക്കവിടെ വേറെ പീസ് വെച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ താഴേക്ക് മാർക്ക് ചെയ്യുന്നതിനായിട്ട് നമ്മൾ മുകളിൽ 6 ഇഞ്ച് ഒരു ലൈൻ വരച്ചില്ലേ, ആ ലൈനിൽ നിന്ന് ടേപ്പ് താഴേക്ക് പിടിച്ചിട്ട് കറക്റ്റ് ആ ഒരു 25 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. ഫുള്ളായിട്ട് ആ റൗണ്ടിൽ തന്നെ അങ്ങനെ മാർക്ക് ചെയ്യുക. കണ്ടോ, ഈ ഒരു സൈഡ് വരുമ്പോൾ നമുക്ക് കുറച്ച് തുണിയുടെ ആവശ്യം വരും. അത് ആ ഒരു പീസ് കട്ട് ചെയ്ത് പോയേക്കണ കാരണം തുണി കുറവാണ് അവിടെ. അപ്പോൾ ആ ഒരു ഭാഗത്ത് നമുക്ക് എക്സ്ട്രാ തുണി പിടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ താഴെ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തുണി ഇഷ്ടം പോലെ ബാക്കി വരുമല്ലോ. ആ ഒരു തുണിയുടെ ഒരു പീസ് എടുത്തിട്ട് ഇവിടെ 2 പീസ് എടുത്തിട്ട് ആ 2 പീസിലും വെച്ച് പിടിപ്പിക്കേണ്ടതാണ്. നമ്മുടെ ഓൾറെഡി താഴത്തെ പീസിന് 2 എണ്ണത്തിന് നീളമുണ്ട്. മുകളിലുള്ള 2 പീസിന് മാത്രമേ നീളം കുറവുള്ളൂ. അപ്പോൾ അതൊന്ന് ജോയിൻ ചെയ്ത് പിടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് ക്രോച്ച് ഒന്ന് മാർക്ക് ചെയ്യാം. ഞാനപ്പോൾ 6 ഇഞ്ച് വരച്ചേക്കണ ആ ലൈനിൽ നിന്ന് ഒരു 9.5 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം ഒന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു ലൈൻ ഉണ്ടല്ലോ, ക്രോച്ച് വരച്ച അവിടെ നിന്ന് താഴേക്ക് ആ ഒരു 25 ഇഞ്ച് നമ്മൾ വരച്ചേക്കണ ആ ഒരു സർക്കിൾ, ആ ഒരു പോർഷനിലേക്ക് ഒന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കുന്നുണ്ട്. ഇപ്പോൾ കട്ട് ചെയ്തെടുക്കേണ്ടത് ഈ ഒരു ലൈനിൽ കൂടിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് കട്ട് ചെയ്തതെന്ന് നോക്കാം. കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഞാനത്. മുകൾ ഭാഗവും നമ്മളതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ ക്രോച്ച് ഏരിയയും സൈഡും എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആ ഒരു ഭാഗം കണ്ടു, നമുക്കവിടെ തുണി കുറവാന്ന് പറഞ്ഞില്ല, അതൊരു സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് ആ കൂടെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു പീസ് അങ്ങ് പിടിപ്പിച്ച് വെച്ചാൽ മതി. ഇപ്പോൾ താഴെ വരുന്ന പീസുണ്ടല്ലോ, ബാക്കി പീസ്, ആ പീസിൻ്റെ 2 കഷ്ണം എടുത്തിട്ട് അവിടെ പിടിപ്പിക്കുക. ഇനി എങ്ങനെയാണ് നമുക്ക് സ്റ്റിച്ചിങ് എന്ന് നോക്കാം. സ്റ്റിച്ചിങ് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ക്രോച്ച് ഏരിയകൾ തമ്മിൽ യോജിപ്പിക്കുകയാണ്. അപ്പോൾ ഈ 2 ക്രോച്ച് ഏരിയകളും തമ്മിൽ ഒരുമിച്ച് യോജിപ്പിച്ച് വെക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പീസിൻ്റെ നല്ല വശം എടുത്ത് വെച്ചു. അടുത്ത പീസിൻ്റെയും നല്ല വശവും കൂടെ ചേർത്ത് വയ്ക്കുകയാണ്. അതായത് 2 പീസിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചതിന് ശേഷം ആ ഒരു ക്രോച്ച് ഏരിയ തമ്മിൽ ജോയിൻ ചെയ്ത് പിടിപ്പിക്കുകയാണ്. അപ്പോൾ 2 സ്റ്റിച്ച് കൊടുത്തിട്ട് പിടിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു പാൻറ്റാണ് കേട്ടോ. അത് പാൻറ്റാണെന്നേ തോന്നില്ല. ഈ ശരിക്കും കുട്ടികളത് ഇട്ട് കഴിയുമ്പോൾ സർക്കുലർ പാവാടയാണെന്ന് തന്നെയേ തോന്നുള്ളൂ. അപ്പോൾ ഇനി വേണ്ടത് നമുക്ക് അതിൻ്റെ ആ സെൻറ്റർ പോർഷൻ ഉണ്ടല്ലോ, അതൊന്ന് യോജിപ്പിച്ച് വയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ സെൻറ്ററിലേക്ക് നല്ല വീതിയിൽ നല്ല വിരിവിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് പിടിച്ചതിന് ശേഷം ആ സെൻറ്റർ ഒന്ന് കറക്റ്റായിട്ട്
സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സെൻറ്റർ ആ ഒരു വി ഷേപ്പിൽ വന്നേക്കണ ആ ഒരു ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 സ്റ്റിച്ച് കൊടുക്കുക. ഇതിനധികം കട്ടിങ്ങും ഇല്ല, അധികം സ്റ്റിച്ചിങ്ങും ഇല്ല. എല്ലാം പെട്ടെന്ന് തന്നെ തീരും. അധികം ബുദ്ധിമുട്ടുള്ള പരിപാടിയല്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ സെൻറ്റർ യോജിപ്പിച്ച് കഴിഞ്ഞു. ഇനി വേണ്ടത് നമുക്ക് താഴെ നമ്മൾ എക്സ്ട്രാ ഒരു പീസ് ഞാൻ ഓൾറെഡി പിടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആ കട്ട് ചെയ്യുന്ന ഭാഗത്താണ്, കണ്ടോ, ആ ഒരു ഭാഗത്താണ് ഞാനവിടെ പിടിപ്പിച്ചേക്കുന്നത്. അതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം താഴ്ഭാഗം ഒന്ന് മടക്കി അടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ നമ്മൾ സർക്കുലർ രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഒറ്റയടിക്ക് 2ആയിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്യാതെ ഒന്ന് മടക്കി ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. വീണ്ടും രണ്ടാമത് ഒന്നുകൂടെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നാലാണ് അതിനൊരു പെർഫെക്ഷൻ വരുള്ളൂ. സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ 2ആയിട്ട് ഒറ്റയടിക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ 2 കാലും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് നമുക്ക് പടി പിടിപ്പിക്കുക എന്നാണ്. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്തെ വണ്ണം നമ്മൾ ഒന്ന് അളന്ന് നോക്കുക. ഏകദേശം ഒരു 12 ഇഞ്ച് കാണും. നമ്മൾ 6 ഇഞ്ചാണല്ലോ കട്ട് ചെയ്തത്. അപ്പോൾ 12 ഇഞ്ച് കാണും. അപ്പോൾ ആ 12 ഇഞ്ചിൽ വീതിയുള്ള നീളമുള്ള ഒരു തുണി എടുക്കുക. ഇനി നമുക്ക് പാൻറ്റ് ഇടാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു കട്ടിങ് കൊടുക്കാം കേട്ടോ. ഒരു സൈഡിൽ സ്ലിറ്റ് പോലെ നമുക്ക് ഈ പടി പിടിപ്പിക്കാനും എളുപ്പമുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു കട്ടിങ് പോലെ കൊടുക്കാം ഒരു സൈഡിലായിട്ട്. നമ്മൾ സ്കേർട്ടിന് കൊടുത്ത പോലെ തന്നെ ഒരു ചെറിയ കട്ടിങ് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ അതിൻ്റെ മുകളിലെ പടി പിടിപ്പിക്കാനായിട്ടൊന്ന് അളന്ന് നോക്കുകയാണ്. ഒരു 12 ഇഞ്ച് വരുന്നുണ്ട്, അതെടുത്തിട്ടുണ്ട്. താഴേക്കുള്ള വിഡ്ത്ത് എന്ന് പറയുന്നത് ആ പടിയുടെ 4 ഇഞ്ചാണ്. ഇനി ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സൈഡിലൊരു സ്ലിറ്റ് പോലെ ഇട്ടിട്ടുണ്ട്. കാരണം നമുക്ക് ഈ പടിയൊന്ന് പിടിപ്പിക്കുന്നത് ഫുൾ റൗണ്ടിലായിട്ട് പിടിപ്പിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇടാനും കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് ആ ഒരു ബുദ്ധിമുട്ട് മാറാനായിട്ട് നമുക്ക് ചെറുതായിട്ടൊരു സ്ലിറ്റ് പോലെ സൈഡിലൊരു കട്ടിങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തും കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ പടി പിടിപ്പിക്കുന്നതിന് വേണ്ടത് ഇതിൻ്റെ താഴ്ഭാഗത്ത്, അതായത് ഇതിൻ്റെ ഉൾവശം ഉണ്ടല്ലോ, ഉൾവശത്താണ് നമ്മൾ പിടിപ്പിക്കുന്നത്. ഉൾവശമാണ് ഞാനിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മുടെ ഈ പടിയുടെ നല്ല വശം ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വയ്ക്കുമ്പോൾ ഒരു 1/2 ഇഞ്ച് പുറത്തേക്ക് തള്ളി വെച്ചതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ തയ്ച്ചുകൊണ്ടിരുന്നത് നല്ല വശത്ത് വെച്ചിട്ട് മടക്കി ഉള്ളിലേക്ക് അടിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ വയ്ക്കുമ്പോൾ നമുക്ക് ചുളിവുകൾ വരണ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ, അതായത് ചീത്ത വശത്ത് വെച്ചിട്ട് അടിച്ചിട്ട് നല്ല വശത്തേക്ക് തിരിച്ചിടുമ്പോൾ കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ എല്ലാ വീഡിയോയിലും ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതൊന്ന് മടക്കി കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഭാഗം 2ആയിട്ട് മടക്കിയതിന് ശേഷം നമ്മുടെ ഫ്രണ്ടിലേക്ക് പതിച്ചടിക്കുക. ഇപ്പം ഞാൻ മടക്കി അടിച്ചേക്കുന്നത് ഫ്രണ്ടിലേക്കാണ്. ഒന്ന് മടക്കുക, അതായത് നമ്മൾ എക്സ്ട്രാ ഉള്ള 1/2 ഇഞ്ച് ഒന്ന് മടക്കുക. അതിന് ശേഷം ഫുള്ളായിട്ട് മടക്കി ഫ്രണ്ടിലേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. അതായത് നല്ല വശത്തേക്ക് വെച്ചിട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്യുക. അപ്പം നമ്മൾ ഓൾറെഡി അത് പിടിപ്പിച്ച ഒരു സ്റ്റിച്ച് അവിടെ കാണുമല്ലോ, അതിൻ്റെ മുകളിലേക്ക് അത് വെച്ചിട്ട് പതിച്ചടിക്കണം. അപ്പോൾ ലാസ്റ്റ് വരുമ്പോഴും ഒരു 1/2 ഇഞ്ച് വിട്ടിട്ടുണ്ട്. അപ്പോൾ ആ 1/2 ഇഞ്ച് നമ്മൾ മടക്കി വെച്ചതിന് ശേഷം ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ വീഡിയോ. അധികം ബുദ്ധിമുട്ടൊന്നും ഉള്ള കാര്യമല്ല. അപ്പോൾ നമുക്കിതിൻ്റെ പടിയൊന്ന് അളന്ന് നോക്കാം. നമുക്ക് ഏകദേശം ഒരു 11.5 കിട്ടിയിട്ടുണ്ട്. കുഴപ്പമില്ല, കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. നല്ല കോട്ടൺ തുണികളിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ കാണാനായിട്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.